وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى ليس تسقط جيما ربنا أرحم الراحمين يا رب. നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുള്ള മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ ബറക്കത്ത് സന്തോഷം നൽകണം റഹ്മാൻ. ഇസ്സത്ത് നൽകണം റഹ്മാൻ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാൻ. നയിക്കുന്നതുവരെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ നിലനിർത്തണം റഹ്മാൻ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഒരു പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഹിസ്ബുൻ നസ്ർ തവസ്സുൽ ബൈത്തെല്ലാം ഓതി വെച്ച നല്ല മജ്ലിസാണ്. ഹിസ്ബുൻ നസ്ർ വലിയ മഹത്വമുള്ളതാണ്, പവറുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി റളിയല്ലാഹു അൻഹു രചിച്ച ദുആ, അതിലെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഉള്ളത് ദുആ അല്ലാഹുവിന്റെ ദുആ. അത് ബഹുമാനപ്പെട്ട സുൽത്താനുലമായ ഉസ്താദ് കൊറോണത്തപ്പം ചെന്നത് എല്ലാവരും ചെല്ലണം ചെന്ന് അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ പള്ളിയിലും തുടങ്ങിയിട്ട് ബാക്കി കുറേ പള്ളിയിൽ ചെന്നിട്ടെല്ലാം നിപ്പാട്ടില്ല. ഞാൻ അൽഹംദുലില്ലാഹ് അതിനെ കണ്ടിന്യൂ ആക്കി. കാരണം ഒന്ന് വലിയ ദ്വായാണ്. ഞങ്ങളുടെ പള്ളി ഷാദുലിമാമുടെ പേരിലുള്ള പള്ളിയാണ്. ഇപ്പൊ ദൈനംദിന ഷാദുലിമാം ചൊന്നെങ്കിൽ ഹിസ്ബും ആ ഷാദുലിമാമുടെ പേര് പള്ളിയിൽ ചൊല്ലാൻ ചൊല്ലുന്നത് വലിയ തൗഫീഖാണ്. അപ്പോൾ ആ വരുമ്പോൾ ടൈം അതിത്ത് പിന്നെ ആദ്യാറട്ടി ഒന്നിച്ചു ആദ്യാറട്ടി എന്ന് കണ്ടിന്യൂ ആക്കാം. അപ്പോൾ അത് ക്രെഡിറ്റ് ഞങ്ങൾക്കും അയാൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അള്ളാഹു ഷാദുലിമാമുടെ മദത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ പിന്നെ ഞങ്ങൾ ഈജിപ്തിൽ പോകുമ്പോൾ ഷാദുലിമാമുടെ ഒരു തവസ്സുൽ വൈത്തുണ്ടാക്കിയിട്ട് അവിടെ ഞങ്ങൾ പാടി സുബഹി നിസ്കാരത്തിൽ. പിന്നെ അതിലുമേ ബാക്ക് പേജിൽ തവസ്സുൽ ബൈത്ത് എത്തിയിട്ട് 5 ബൈത്ത് വളരെ പ്രധാനപ്പെട്ട 5 ബൈത്തൂടെ ഞങ്ങൾ പാടണം. ഓരോന്ന് എക്സ്പ്രഷനും ഉണ്ടാക്കലേണ്ടല്ല, അതെത്തി പാടാൻ തോന്നുന്നത് അത് ഫുള്ളായിട്ട് ഞങ്ങൾ മാസിക സലാത്തിലാണ് പാടും. ഇത് 5 ബൈത്ത് പാടണം. അത് പാടുള്ള ഉദ്ദേശം ഞാൻ എന്തിക്ക് ചെന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തുൽ ഇസ്സത്ത് അന്ത്യനാൾ വരെ ഈ പള്ളിയിലും ഈ പരിസരത്തും നിലനിർത്തുവാനായിട്ടാണ്. അള്ളാഹു അങ്ങനെ ആക്കിത്തരുമാറാവട്ടെ. ഞങ്ങളുടെ പരിസരങ്ങളിലുള്ള കുറെ പള്ളിയെല്ലാം ബാക്കി ആൾമാർ തട്ടിയെടുത്താറ് ആ സർവേ ആക്കിയിട്ടില്ല, കുറെ ആൾമാർ ചെല്ലാറ് നിങ്ങൾ അനുഭവം. അതേ സമയത്ത് ഞങ്ങളുടെ ഷാദുലിമാവുടെ പള്ളിയിൽ എപ്പോഴും തവസ്സുലാണ്. ഷാദുലിമാവുടെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് ചെയ്യേണ്ടത്. അപ്പൊ ഏത് പുതിയ ആശയക്കാർ വന്നെങ്കിൽ ഇങ്ങനത്തെ കണ്ടെങ്കിൽ ഓടിപ്പോണ്ട. ഇതെന്തോ ആവുന്നില്ല, തവസ്സുലും ആവില്ല, ഇസ്തിഗാസും ആവില്ല. അപ്പൊ ഞങ്ങൾക്ക് ചെല്ലല്ലേ. ഞങ്ങളുടെ പള്ളിയിൽ ചൊന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തുൽ പള്ളിയാണ് അവ്വൽ മുതൽ ആഖിർ വരെ. അതൊക്കെയാണ് ആ ഒരു ആശയം അന്ത്യനാൾ വരെ നിലനിൽക്കുവാനായിട്ടാണ് ഷാദുലിമാമുടെ കൊണ്ടുള്ള തവസ്സുൽ ബൈത്ത്. ഞങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് ചെയ്യേ. ഇത് പുതിയ ആറും പത്യാവാതൊക്കെ തെർവിസയാണ്. അതുകൊണ്ട് അന്യവർണ്ണമേ പേടിച്ചിട്ട് ഓടണം. ഓ ഈ പള്ളിയിൽ ഇങ്ങനെല്ലാം ഉണ്ടല്ലേ തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരാളെ ഷർറ് ഞങ്ങളെ പള്ളി പരിസരത്ത് തട്ടാണ്ടിക്കുവാനായിട്ടാണ് ഈ ചൊന്നക്കത്തെ തവസ്സുൽ ഞങ്ങൾ തുടങ്ങിയത്. അള്ളാഹു അന്ത്യനാൾ വരെ അത് നിലനിർത്തി പെരുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തുൽ ഇസ്സത്ത് ഞങ്ങളുടെ റായത്തുള്ള ഓരോ ആൾമാരിലും ഓരോ ഔത്തിലും പരിസരങ്ങളിലും അള്ളാഹു നിലനിർത്തി പെരുമാറാവട്ടെ. സഹോദരന്മാരെ, ഞങ്ങൾ ഇന്നലെ ദ്വാരത്തെ പറ്റിയാണ് ചെന്നത്. അത് കഴിഞ്ഞ് പോയാൽ പിന്നെയാണ് നിലപ്പായത്. ഇന്നലെ ഹിജ്റ റമദാൻ 3-ാമത്തെ നാളാണ്. റമദാൻ 3-ാമത്തെ നാൾ ഒരു പ്രത്യേകത ഉണ്ട്. റമദാൻ 3-ാമത്തെ നാൾ ഒരു പ്രത്യേകത ഉണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ നാളാണ്. അത് ക്ലാസ് കഴിഞ്ഞ് പോയാൽ പിന്നെയാണ് നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഹിജ്റ 1-ാമത്തെ വർഷം റമദാൻ 3-2 വഫാത്താവുന്നത്. അപ്പോൾ ദുആത്തെ പറ്റിയാണ് ചൊല്ലുമെന്ന് വിചാരിച്ചിട്ട് മറക്കണ്ട. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ചെല്ലാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പറ്റിയാണ് കുറച്ച് നേരം ഞാൻ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്.
അള്ളാഹു ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഒരു ഫാത്തിഹ ഓതാനില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദറത്തുൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു വീട്ടിത്തരുമാറാവട്ടെ. മരിക്കുന്നത് വരെ ഈമാനോടെ തഖ്വയോടെ ഇസ്സത്തോടെ അല്ലാഹു ഞങ്ങളെ നിലനിർത്തി തരുമാറാവട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ പരമ്പരകളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ലോക ചരിത്രത്തിൽ വളരെ മഹത്വമുള്ളെങ്കിലത്തെ പെണ്ണാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരൻ പെണ്ണുങ്ങളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത സ്നേഹം പിർസ. പരിശുദ്ധമായ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഭയങ്കര പിർസയിന്നൊക്കെ 2-3 ആൾമാർ വഫാത്താവുകയാണ്. ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ റമദാൻ 3-2 വഫാത്താവുക. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും റമദാനിലാണ് വഫാത്താവുക. ആയിഷ റളിയല്ലാഹു അൻഹയും വഫാത്താവുക പരിശുദ്ധമായ റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബുൽ അണ്ടിട്ടിന്നൊക്കെ 3 മഹദിമാർ വഫാത്തായക്കത്തെ തിങ്കളാണ് പരിശുദ്ധമായ റമദാൻ. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വന്ധ്യചരന്റെ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഫിൽ ജന്ന, സ്വർഗ്ഗത്തുള്ള പെണ്ണുങ്ങളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഫാത്തിമത്തു ബദഅത്തും മിന്നി, ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ഒരു കഷ്ണമാണ്, എൻ്റെ ഒരു പീസ് പോലെ. ഫമൻ അഗ്ദബഹ ഫഖദ് അഗ്ദബനി, ആരെങ്കിലും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അർസാക്കിയാറുണ്ടായെങ്കിൽ അങ്ങനെ നന്ദമേ അർസാക്കിയ പോലെ നന്ദൊട്ടിಗೆ അർസവർ പാട്ടിയ പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പോൾ ഇത് വല്ലാത്തൊരു പവറാണ് ഫാത്തിമ ബീവിക്ക് കൊടുക്കൂടെ. ഫാത്തിമ നന്ദമേ ഒരു പീസ് ഉണ്ടാണ്. ഫാത്തിമ ബീവി ആരെങ്കിലും അർസവർ പാട്ടിയാറുണ്ടായെങ്കിൽ അങ്ങനെ നല്ല അർസവർ പാട്ടിയ പോലെ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് എല്ലാവർക്കും വലിയ സ്നേഹമാണ് പിർസ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം അത്രയും വലിയ ആദരിച്ചുകൊണ്ടിരുന്ന മഹദിയാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ആ പെണ്ണുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 35-ാമത്തെ വർഷമായപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മങ്ങീലയുടെ 25-ാമത്തെ വർഷത്തിൽ, ആ മങ്ങീല കഴിഞ്ഞിട്ട് 10 വർഷമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 പെൺമക്കളിൽ ഏറ്റവും ചെറിയ വയസ്സുള്ള പെണ്ണാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. 35-ാമത്തെ വർഷത്തിലാണ് ജനിക്കുന്നത്. ആ വർഷത്തിലാണ് ഖുറൈശിങ്ങ കഅബ നിർമ്മാണാക്കുന്നത്, കഅബ പുനർനിർമ്മാണാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറത്ത് കിട്ടാത്ത ടൈമാണ്, ഇനിയും 5 വർഷമുണ്ട്. അപ്പൊ അങ്ങനെ ഖുറൈശിങ്ങ കഅബ നിർമ്മാണാക്കിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചെങ്കിലത്തെ കഅബത്തിന് മേൽ തട്ടില്ലെന്ന്, അതുപോലെ അതിന് 2 വായിലിത്ത്, അതിലെ ഡോർ നിലത്ത് ഉപ്പാട്ടിട്ട്, ഇതെല്ലാം പിൽക്കാലത്ത് ചേഞ്ച് ആവുള്ളൂ. അത് ചേഞ്ച് ആക്കിയ ആൾമാരാണ് ഈ ചൊന്ന ഖുറൈശി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ കഅബ ഫുള്ളും ബിൽഡിംഗ് ആണ്. ഇന്നത്തെ പോലെയല്ല. ഇത് ഹിജ്രി ഇസ്മായിൽ പുറത്താണുള്ളൂ. അത് കഅബത്തെ ഭാഗം, അതിനെ തൊട്ടോണ്ട് തുവാപ്പാക്കോ തീറ. പക്ഷെ അതൊക്കെ മതിൽ കെട്ടിയില്ല. ഖുറൈശിങ്ങ മതിൽ കെട്ടാത്തതാണ്. ഖുറൈശിങ്ങന്റെ മതിൽ കെട്ടിയില്ല എന്ന് ചൊന്ന ഞങ്ങളുടെ കയ്യിൽ ഹലാലായ പൈസ ഇല്ലത്ത്, സമ്പത്തില്ലത്ത്. ആ കഅബ കെട്ടി വരുമ്പോ അത്ര ജാതിയും മതിൽ കെട്ടുക ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ട് വേറെ, ഏത് വട്ടിയുടെ പൈസ ഉണ്ടു, വേറെ കുറെ ഹറാമായ പൈസ ഞങ്ങളൊട്ടി കൊണ്ടു. പക്ഷെ അത് തീരുമാനാക്കിയാൽ കഅബ ചൊന്നതിന് വലിയ പവറുണ്ടു. ജാഹിലിയത്തിലും ഇസ്ലാമിലും വലിയ മഹത്വമുള്ളതാണ് കഅബ. അതുകൊണ്ട് അള്ളാഹുടെ പള്ളിക്ക് ഹറാമായ പൈസ ഞാൻ കൊടുക്കില്ല എന്ന് ചൊന്നെങ്കിൽ ജാഹിലിയത്തിന്റെ തീരുമാനമാണ്, വിശ്വാസം. അതുകൊണ്ട് നിഷിദ്ധമായ പൈസ അള്ളാഹുടെ എവിടെയും യൂസാക്കൂതിയ, വിശിഷ്യ അള്ളാഹുടെ മഹത്തായ ചിഹ്നങ്ങളുള്ള ജാലില് ഹറാമായ പൈസകൾ കൊടുക്കൂതീരാൻ ചൊല്ലത് ജാഹിലിയത്ര വിശ്വാസമാണ്. ആ മുസ്ലിമീങ്ങൾ എന്തുമല്ല, കുറെ നന്മകൾ അങ്ങോട്ട് ഞാൻ ചൊന്നല്ലേ. അപ്പൊ അത് വളരെ ജാഗ്രതാക്കണമെങ്കിൽ തീർച്ചയായും ആ ഭാഗം ഞാൻ വിശദീകരിക്കില്ലേ.
അങ്ങനെ അത് ബാക്കിയാക്കണം അത്തരം. അതിന് പിന്നെന്തായിട്ടും ചെന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെന്ന പ്രസിദ്ധരായ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുള്ളി അധികാരത്തിൽ വന്നപ്പോ പണ്ടത്തെ പോലെ ആക്കിയിട്ട് എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കഅബ എങ്ങനെയിട്ട് അങ്ങനെ ആക്കിയിട്ട് അതിൽ പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചൊല്ലുന്ന ഒരാൾ വന്ന അക്രമിയായ ഭരണാധികാരി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ കൊന്ന ആളാണ്. അവൻ വന്നിട്ട് അയാൾ വന്നിട്ട് എന്താക്കിയിട്ട് ചെന്ന് പണ്ടത്തെ ഖുറൈശികളെ പോലെ നിർമ്മാണമാക്കിയിട്ട് പിന്നെ അതങ്ങനെ തുടർന്ന് വന്ന് ഇന്റെ സൗദി ഗവൺമെന്റ് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടെത്തും അതങ്ങനെ അങ്ങ് തുടർത്തി വന്ന അതൊരു ഹൈറാണ് നിങ്ങൾക്ക്. കാരണം ഒരാൾക്ക് കഅബത്തുൽക്ക് പോകണം ചെന്നെങ്കിൽ ഈ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയെങ്കിൽ അവിടെ പോയി നിസ്കരിച്ചേക്കാം കഅബത്തുൽ ഉള്ളിൽ നിസ്കരിച്ച പോലെ. അപ്പൊ അതൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് പണ്ട് ഖുറൈശിങ് ആക്കി തന്ന നസീബ് തന്നെ. അപ്പൊ ഇക്കട്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ കഅബത്തുൽ ഉള്ളിൽ നിങ്ങൾക്ക് പോകണം ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇങ്ങനെ കൈ പിടിച്ച് പോയിട്ട് അതിൽ ഉള്ളിൽ ഇങ്ങനെ ആക്കണം. ഇതോട് നിസ്കരിക്കും. ഇത് കഅബത്തുൽ ഉള്ളിലാണ് ചെന്ന് കഅബത്തുൽ ഉള്ളിൽ നാം പോയാൽ ചെന്നിട്ട് ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയപ്പോ ഞാൻ എത്തിത്തിന്നെ ഔതു കഅബത്തുൽ നാം പ്രവേശിച്ചില്ല. അപ്പൊ ഒരാൾ സംശയം കഅബത്തുൽ കൂടുക വലിയ കൂട്ടരെ സൗദി രാജാവ് കൂട്ടുകാർ ഉസ്താദ് പോയി അങ്ങനത്തെ ഒരാൾമാരല്ല നിങ്ങൾ പോയാൽ അതിലൂടെ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ ചെന്ന കഅബത്തുൽ ഞങ്ങൾ പോയാൽ ശരിയാണ്. അപ്പൊ വലിയ വലിയ ആൾമാർ കഅബലിനെ കൽപ്പിട്ട് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വരുമ്പോ ഞങ്ങാരും ബേജാറാവുകൊണ്ടില്ല. ഞങ്ങൾക്ക് അതിലുള്ള മാത്രമല്ലേ പോകാവാത്ത ഖുറൈശിനെ ഞങ്ങൾക്ക് ആക്കി തന്നൊരു നന്മോർത്തു നീ ഇതിലുള്ള പോയിട്ട് നിസ്കരിക്കുക വീസ അടിയിൽ നിസ്കരിച്ചിട്ട് ഓർക്കൂ ഉത്തരം കിട്ടരുത്. അപ്പൊ ഞാൻ ചെന്നത് ഹിജ്റ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 35ാമത്തെ വർഷമാകുമ്പോ കഅബ നിർമ്മാണാക്കിടാറ്. അങ്ങനെ കഅബ നിർമ്മാണാക്കിയിട്ട് എല്ലാം ഇത് അവസാനത്തെ ടൈമാണ്. സൽക്കർമ്മങ്ങളെല്ലാം ഇത് ഇനി ഹജറുൽ അസ്വദ് എന്ന മൂലൽ പ്രതിഷ്ഠാപനം ആറാക്കണോ ആ വിഷയത്തിൽ അടിപിടി ഗലാട്ട സോറി. പിന്നെ അത് വലിയ പൗരുള്ളതാണ്. അന്ത്യനാൾ വരെ ഈ ഒരു ക്രെഡിറ്റ് അങ്ങ് കിട്ടിയോണ്ടിരിക്കുന്നത് ഹജറുൽ അസ്വദ് ഈ മൂലൽ വെച്ചിരിക്കുന്ന വിഭാഗം ചോദ്യം കഅബ നിർമ്മാണാക്കുക ഇത്രയും ജാഗ്രതയിൽ പണിയെടുത്ത ഖുറൈശിങ്ങ അവസാനം ഗലാട്ടയ്ക്ക് പോന്നാറ്. നങ്ങാക്കട ഒരു ഗോത്രക്കാർ ഒരു കുടുംബം മനത്താനല്ലേക്ക് ഒരു ഗ്രൂപ്പ് പണ്ട നിന്നതാണ്. ഇപ്പല്ല വാഹനം ഈ ഔത്തങ്ങ ചില ചൂടാകും ആ ഫാമിലി ഈ ഫാമിലി അതെല്ലാം ഇല്ല. ഇപ്പൊ എല്ലാം ഉമ്മത്താണ്. ഇതൊരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്, ഒക്കട്ടുള്ള സമൂഹമായിട്ട് ഇത് വരുത്തി ഉണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതൊരായിട്ട് അങ്ങനെ ചെന്നോണ്ടിരിക്കില്ല. ആ ഫാമിലി ഈ ഫാമിലി ആ ഫാമിലി ഒരു ബോറുമില്ല. ഉള്ളത് ഈ ഐക്യത്തിന് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ വരുമ്പോ മദീനത്ത് വരുമ്പോ അങ്ങനെ ഗ്രൂപ്പിത്ത് ഫാമിലിയിലേക്ക് ഗോത്രത്തിലേക്ക് അതിലെല്ലാം മദീനത്ത് വന്നിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ചൊന്തു ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ ഇത് ഒറ്റ സമൂഹമാണ്. ഇനി ഔസു ഖസറത്ത് അങ്ങനെ ഇങ്ങനെ ആ ഗോത്ര ഈ ഗോത്ര ഇങ്ങനെ എന്ത് ചൊന്നിട്ട് പറയുക ഞങ്ങൾ എല്ലാവരും ഒന്നോട്ട് എന്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ കഅബ നിർമ്മാണാക്കിയിട്ട് ഹജറുൽ അസ്വദ് വെക്കട വിഷയത്തിൽ ഭയങ്കര ഗലാട്ട. ഞങ്ങൾ വെക്കട ഈ ഫാമിലി വെക്കട ആ ഫാമിലി വെക്കട ഇങ്ങനെ വലിയ തർക്കമായപ്പോ വലിയ യുദ്ധത്തിൽ പോണെങ്കിൽ ഇത്ര നല്ല സ്മരാക്കിയിട്ട് ലാസ്റ്റ് യുദ്ധാക്കിയാവാം അങ്ങനെ ആ കോതിരല്ല. അത് ബർക്കത്ത് കൊറോടിയാവുന്നതിന്റെ ലക്ഷണ അങ്ങനെ ആവുന്നില്ല. നല്ല സൽക്കരമാക്കിയിട്ട് ലാസ്റ്റ് ഗലാട്ടാക്കി അടിപൊളിയാക്കി കൊണ്ടുപോകാറുള്ള ഹൈറില്ലാത്തത് ലക്ഷണ. ഇത്രത്തോളം ആക്കിയതെല്ലാം പോയി കത്തയ്യാത്ത ഉദൂബെ പോലെ ലാസ്റ്റ് ഇത്രത്തോളം ആക്കിയ പുറത്തുമില്ല. അപ്പൊ ഒരാൾ അവിടെ എത്തി നിന്നിട്ട് ചൊന്തു നിങ്ങളുള്ള ഗലാട്ട പ്രശ്നം കാക്കണ്ട ഞാൻ ഒരു തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊരു കൊണ്ടുകൊണ്ടാ ഈ ബാബുസലാം ഗേറ്റിലൂടെ ആരാണ് ഇപ്പൊ ആദ്യമായി കടന്നുകൊണ്ട് അയാൾ ഒരു തീരുമാനം ചെല്ലട്ട് അത് അള്ളാഹു അയാൾ തോന്നിപ്പിച്ചു കൊടുത്തൊരു തീരുമാനമാണ്. അയാൾ എത്ര തീരുമാനം ചെല്ലട്ടെ അത് ഞങ്ങൾ അംഗീകരിക്കാണ്. അങ്ങനെ ആവും ചെന്നാൽ ഏരിയ ഒരാൾ ചെന്ന തീരുമാനമല്ല. ഞങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ആ വഴിയിലൂടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുടെ ഒരു ഹിക്മത്താണ്. രണ്ട് നബിയായിട്ടില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബുസലാമിലൂടെ കടന്നുകൊണ്ട് ഉംറത്ത് പോയെങ്കിൽ ഹജ്ജിന് പോയെങ്കിൽ ത്വാഫ് പോകുമ്പോ ആ ബാബുസലാമിലൂടെ പോകുന്ന സുന്നത്ത്. അങ്ങനെ കടന്നു വന്നപ്പോ എല്ലാവരും ഒക്കവളിന് അഭിപ്രായം എല്ലാവരും ചെന്നാൽ ഹാദൽ അമീൻ റദീനാ ഹാദാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വേറെ ഒരാൾ വന്നതിനൊക്കെ അഭിപ്രായങ്ങളിലേക്കത് ഈ വന്നത് അൽ അമീനായ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങ് ചെന്നാൽ ഇത് അമീനല്ല വന്നേ ഇയാളെ ഞങ്ങൾ പൊരുത്തപ്പെട്ട ഇയാൾ എന്തൊരു തീരുമാനം ചെന്നെങ്കിൽ ഞങ്ങൾക്കത് റെഡി. അങ്ങനെ വന്നപ്പോ നിങ്ങൾ ചെന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പരിഹാരം ചെല്ലണം, തീരുമാനം ചെല്ലണം. എന്താവും രണ്ട് സമൂഹമല്ല എല്ലാ സമൂഹവും യുദ്ധത്തിന് നിന്റെയൊക്കെ ഒരു ടൈമിൽ ആ സ്പോട്ടിൽ ഒരു അഭിപ്രായം ചൊല്ലണം.
തീരുമാനം അച്ഛനാക്കി ചൊല്ലാൻ ചൊല്ലുമ്പോൾ എന്തില്ല എനിക്കൊരു നാളെ ചൊല്ലാൻ എന്നോട് സുഹൃത്തുക്കളാവും സ്വഭാവം ആ സ്പോട്ടിൽ ചൊല്ലണം. ആർക്ക് തീരും? ലോകത്ത് ഒരാളും സാധ്യമില്ല അങ്ങനൊരു തീരുമാനം ചൊല്ലണം. ഒരു ലോകത്തെ ഏത് സയന്റിസ്റ്റും ഏത് ബുദ്ധിമാർക്കും സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഈ നേതാവിന്റെ അള്ളാഹു താഴെ കടത്തല് ആ സ്പോട്ടിലല്ല തീരുമാനം. ചെറുത് അങ്ങനെ എന്തും ബേജാറാക്കണ്ട. ഒരു വലിയ തുണിയുടെ കൊമ്പന്നിട്ട് ഹജറുൽ അസ്വദിനെ അതിൽ വെച്ചിട്ട്, ഹജറുൽ അസ്വദിന്റെ വലിയ വാരക്കല്ലെന്തോ അല്ലല്ലേ, ചെറിയൊരു കല്ലാണ്. അതിൽ പിന്നെ എല്ലാം പൊടിയാക്കിയാറ്. ശത്രുക്കളെല്ലാം വന്നിട്ട് ഹജറുൽ അസ്വദിന് നേരെ ദാളിയാക്കിനാറ്, യുദ്ധാക്കിനാറ്. ഉംറ ഞാൻ വിശാലമായിട്ട് അതെന്തിന് ഹജറുൽ അസ്വദ് യുദ്ധാക്കിനാറ്. കുറെ ടൈം ഹജറുൽ അസ്വദ് ഇല്ലാണ്ട് തോപ്പ് നടന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അവസാനം 8 പീസാണുള്ള ഹജറുൽ അസ്വദ് മുത്തിയാൽമാർ പൊന്തിക്കും. ഹജറുൽ അസ്വദിന് 8 പീസ് കാണും. അതിന് പിന്നെ എടുക്കുക ആവാത്ത പോലെ അവിടെ ഭക്തരാക്കി വിട്ടുറാറ്. അപ്പൊ ഈ ഹജറുൽ അസ്വദ് ചെറിയ കല്ലാണ് അതിൽ വെച്ചിട്ട് എന്നിട്ട് ഓരോ ഗോത്ര മൂപ്പന്മാരുള്ള നേതാക്കന്മാർ, ഓരോ ഫാമിലിയിലെ മഞ്ഞാൽമാർ അങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും പിടിക്കൊടുത്തു. എല്ലാവരും ഈ തുണിയിൽ എന്താക്കിയാൽ പിടിച്ചാൽ അങ്ങനെ എല്ലാവരും പിടിച്ചിട്ട് നബിസല്ലല്ലാഹു പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പറ്റും. എല്ലാവർക്കും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ വെച്ചില്ല നീ വെച്ചില്ല തൊഴിലില്ലല്ലോ, ഇതിനെല്ലാവരും പാല അങ്ങനെ വെച്ചിട്ട് ഹജറുൽ അസ്വദിനെ മുട്ടെത്തിയപ്പോ ഇനിയിപ്പോ എല്ലാവരും കൂടി അതിൽ വെക്കോളാം. അത് ഇത്ര ചെയ്തോളാം. അവിടെ നബിസല്ലല്ലാഹു എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇതോടുകൂടെ തർക്കമില്ലാണ്ടായിട്ട് ഒരു പ്രശ്നമില്ല. ഇതുമില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹജറുൽ അസ്വദ് അവിടെ പ്രതിഷ്ഠാപനാക്കളെ. അപ്പൊ ഞാനിത് എന്ത് ഖുറൈശിന കഅബ നിർമ്മാണാക്കിയ ടൈമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35ാമത്തെ വർഷമാണ്. ഈ സന്തോഷത്തെ ഒട്ടിയെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സന്തോഷമാണ്. അതാ നിങ്ങൾ ഒട്ടും നിറഞ്ഞ കൽപ്പത്തിയായിട്ട് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ പ്രസവിച്ചത്. അയിമ പ്രസവിച്ച പെണ്ണിന് വെച്ച പേരാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. കഅബ നിർമ്മാണത്തെ ഹജറുൽ അസ്വദ് വെച്ച സന്തോഷത്തെ ഒട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ സന്തോഷമല്ല, ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ സന്തോഷമാണ്. ഒരു പെണ്ണ് കിടാവും ഔത്തുൽ ജനിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ ഔത്തുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി വഫാത്താവുമ്പോ ഇന്നത്തെ അടിക്ക് പോയിട്ട് അതില്ല നശിപ്പിച്ചതാണ്. ഇക്കട്ട് ആ ഔത്തുലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര പെരുസാണ് ചൊന്നെങ്കിൽ അത് വർണ്ണിക്കുമാവാത്ത പെരുസാണ്. വെറും 29 വർഷമാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കൽ. അങ്ങനെ ഹിജറ പോണുന്ന റമദാൻ 3 ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്താവുള്ളൂ. സയ്യിദത്തുന ബഹുമാനപ്പെട്ട ഖദീജ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് പരിശുദ്ധമായ റമദാനിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വകെ ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചൊല്ലു മാ റഅയ്തു അഹദൻ മിൻ ഖൽഖില്ലാഹി അസ്ബഹ ഹദീതൻ വ കലാമൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ. ഐഷ റളിയല്ലാഹു അൻഹ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയ പലക്കത്തിൽ ഇത്രയും സാമ്യത ഉള്ള വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മുണ്ടുമ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ടി പോലുമേ കേൾക്കിടും. ഇത് വലിയ ആറുമാര സംഭവമാണ്. ദിക്റുൽ അംബിയ ഇബാദ ദിക്റുസ് സാലിഹീന കഫാറ. അംബിയാക്കന്മാരുടെ വിഷയം ചെല്ലുള്ള ഇബാദത്താണ്, നിസ്കരിക്കലല്ല, അതുപോലത്തെ ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ പറ്റി ചെന്നിട്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെട്ടിട്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് ഇതുപോലത്തെ ഒരു സ്വാലിഹത്തില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി ചെന്ന് സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വേണ്ടതുകൊണ്ട് എല്ലാം അങ്ങനെ നടത്തവും ഇരുത്തവും ചിരിക്കയും എല്ലാം ആരെ പോലെ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേറൊരു പെണ്ണായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലു കാനത്ത് ഫാത്തിമത്തു ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബഹൻ നാസി വജ്ഹൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വേണ്ട അത്രയും ചന്തത്തെ പെണ്ണാണ്. ഫാത്തിമ ബീവിയുടെ കണ്ണങ്ങ് വിചാരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ബന്ധിട്ടാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇഞ്ചി നിന്നിട്ട് ആലിക്കനാക്കിട് തുമ്പിക്കിട് വല്ലാത്ത പേസാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫാത്തിമ ബീവിയുടെ വകെ ചെന്ന ധാരാളം ഗ്രന്ഥങ്ങളും അതിൽപ്പെട്ട ഒന്നാണ് ഇന്നഹ ഫാത്തിമത്തു സഹ്റാ. ചെന്നിട്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദി യമാനി ചൊല്ല പണ്ഡിതൻ, അയാൾ നല്ലൊരു കിതാബുണ്ട്, കുറെ ഗ്രന്ഥങ്ങളെത്തിയ ആളാണ്.
ഇന്നഹാ ഫാത്തിമത്തു സഹറ. നല്ല കിതാബ്, 300 ചില്ലാര പേജും. അത് നല്ലൊട്ടിയ PDF ആണ്. ഇന്ന് കിതാബിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. ആ PDF മൊബൈൽ നോക്കിയിട്ട് ചില പോയിന്റ്സ് അവിടെ എഴുതി വെച്ചു. കിതാബ് കിട്ടിയിട്ടില്ല. കിതാബ് കിട്ടിയെങ്കിൽ വിശാലമായിട്ട് നമുക്ക് നോക്കുവോ, മൊബൈൽ നോക്കുവോ, കഷ്ടമാണ്. ഒന്ന് ഇന്നഹാ ഫാത്തിമത്തു സഹറ ചെല്ല കിതാബാണ്. അതുപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദുറൂറുൽ ബാസിമ ഫീ മനാഖിബി സയ്യിദത്തി ഫാത്തിമ ചൊല്ല നല്ലൊരു കിതാബ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ ചൊല്ലുന്ന കിതാബാണ് ഇമാമുന ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുയുടെ കിതാബ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്. അയ്മദ് ഉമ്മു അബീഹ ചൊല്ല ഒരു പേരിട്ട. ഉമ്മു അബീഹ ചെന്നെങ്കിൽ അയ്മയുടെ ബാപ്പയുടെ ഉമ്മാണ്. അയ്മയുടെ ബാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മാച്ചുള്ള ഒരു പേര് അങ്ങനെ വെച്ചിട്ട്. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ മക്കത്തിൽ വഫാത്തായി പോയി തന്നെ. പിന്നെ ഈ പെണ്ണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീമേ കൂടിയിട്ട് എല്ലാം ആക്കി കൊടുക്കൂടെ. അതുകൊണ്ട് ഉമ്മു അബീഹ ചൊല്ലക്കത്തെ പേര് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കിട്ട്. മക്കത്തിൽ നടന്നേക്കത്തെ ഇസ്ലാമിന്റെ ക്രാന്തിയും മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ നടക്കുന്നതെല്ലാം നേർ സാക്ഷിയായക്കത്തെ പെണ്ണാണ് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ചെന്ന പേര് പറവ് കാരണം ഫാത്തിമ ചെന്നത് മുറിച്ച പെണ്ണ്. അള്ളാഹു അയ്മയുടെ നരകത്തെ തൊട്ട് മുറിച്ചിനാണ്ടാണ്. അയ്മത് നരകത്ത് കൈമ കൊണ്ടുള്ള. അതുകൊണ്ട് അയ്മയുടെ പേരാണ് ഫാത്തിമത്ത് ചൊന്നു. ചെന്നതിന് നല്ല തിളങ്ങടയ്ക്കെത്ത പെണ്ണുണ്ടാണ്. ഭയങ്കര പ്രകാശമുള്ളെത്ത പെണ്ണാണ്. അതാണ് ഫാത്തിമത്തു സഹറ. പെൺമക്കളുടെ പേരിടും ഇങ്ങനത്തെ പേരിടാം. ഫാത്തിമത്തു സഹറ നല്ല നല്ല പേര്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചിട്ട് അങ്ങനെ പേരിടാം. ഈ അടുത്തുള്ള മധുമത്വ അനാചാരങ്ങൾ ചൊല്ല ക്ലാസ്സിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പേരെല്ലാം ഇങ്ങനെ ഇപ്പത്തെ മൊബൈലിൽ കുറവാണ്. അതിനെന്റെ എല്ലാ പേരും അൽപ്പൺ സ്വൽപ്പൺ എല്ലാം ചെന്നിട്ട് അൽപ്പൺ മക്കൾക്ക് പേരിട്ട് എന്തു ആവാത്ത പേര്. അതാരിട്ട് എത്ര നല്ല 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 ആൾമാരെല്ലാം മക്കൾക്ക് പേരിട്ട് സുബ്ഹാനല്ലാഹ്. അതെല്ലാം മുസീബത്താണ് പറവുള്ളത്. വെറുതെ ഫാത്തിമ ചൊല്ലുണ്ട്. അപ്പുറത്ത് വേറെ അൽപ്പൺ ചൊന്ന് പേരിട്ട് മൈൻ പേരത്. അപ്പൊ അങ്ങനെ അവിടെ വെടക്കാനാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊന്ന നരകത്തെ തൊട്ട് അല്ലാഹു തടഞ്ഞേക്കത്ത പെണ്ണാണ്. അയ്മയുടെ സ്ഥാനം പേരാണ് അസ്സഹറാ ലിഅന്നഹാ സഹറത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഷ്പമാണ്, പൂവാണ്. ഞങ്ങൾ ഔത്തുദാനിന്റെ പേര് ദാറുസ് സഹറാ എന്നാണ്. അവിടെ മുന്നോട്ട് മക്ക ജനിക്കലാട്ടി മുന്നോട്ട് പേരിട്ടല്ലോ. ഫസ്റ്റ് കുഞ്ഞി പേര് റെഡിയാക്കി വെക്കണേ. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുള്ള ബിരുദ കൊണ്ടാണ് ദാറുസ് സഹറാ ചെന്നെങ്കിൽ നല്ല തലങ്ങടക്കത്ത വീട്. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തിലുണ്ടായക്കത്ത വീടാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ പവറുള്ള ആളാണ്. അയ്മത് സിദ്ദീഖാന്റെ പേരുണ്ട്, മുബാറക്കാന്റെ പേരുണ്ട്, താഹിറാന്റെ പേരുണ്ട്, സക്കിയാന്റെ പേരുണ്ട്, റാദിയാന്റെ പേരുണ്ട്, മർദിയാന്റെ പേരുണ്ട്, ബത്തൂൽ പേരുണ്ട്. അല്ലെ ഫാത്തിമത്തുൽ ബത്തൂൽ ചെന്നെങ്കിൽ എല്ലാം ദുനിയാവിടെ തൊട്ട് മുറിഞ്ഞിട്ട് അള്ളാഹു മുറിഞ്ഞു നിന്നേക്കത്ത ആളാണ് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കത്തിൽ കഅബാലയത്തെ മുട്ട പോയിട്ട് ഇങ്ങനെ സുജൂദിലിക്കുന്ന ടൈമിൽ ശത്രുക്കളെല്ലാം നോക്കിക്കൊണ്ടുള്ള. അങ്ങനെ അബൂജഹൽ ഉഖബത്ത് ഇബ്നു അബീയുമായിട്ട് കുറെ ആൾമാരുള്ള. അങ്ങനെ ചെന്നാൽ നല്ലൊരു ചാൻസ് ഉണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കഅബാലയത്തെ മുട്ട ഹറമിൽ പോയിട്ട് ഇങ്ങനെ അയാളെ പടച്ചോണ്ട് സുജൂദിട്ടുകൊണ്ട് അയാളെ കത്തുക ചീനിനാറിക്കത്ത ഒട്ടര കുടൽമാല കൊമ്പത്തിട്ടിടണം. ആരുള്ള ആളുണ്ട്. അബൂജഹൽ കേൾക്കുമ്പോ കൂട്ടത്തിലൊരുത്തൈന്ന അവൻ അഷ്കൽ കൗമുണ്ട്. അവിടെ പറയുന്നത് വളരെ മോശപ്പെട്ട ആളാണ്. ഉഖബത്ത് ഇബ്നു അബീയുമായിട്ട് ചെന്നേക്കത്ത ആൾ. അവൻ ചെന്ന അതെല്ലാം കൊണ്ട് ഒട്ടരത്ത് വെച്ചതുകൊണ്ട് ചീനിനാറിക്കത്ത സാധനം ആ കൊമ്പത്തിട്ടില്ല. അങ്ങനെ എടുത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒതുക്കിട്ടപ്പോ അതിന്റെ ഭാരം കൊണ്ട് ഇങ്ങനെ എനിക്ക് ആവില്ല. ഇത് അറിഞ്ഞേക്കത്തെ ചെറിയ കിടാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചെറിയ കിടാവ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് ഈ ശത്രുക്കൾക്കെല്ലാം പറഞ്ഞിട്ട് അതിനെ എടുത്ത് നീക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്തു വിളിച്ചുകൊണ്ടു സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ നടത്തിയത്. കാരണം അല്ലാഹു നടത്തുന്ന ഇബാദത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാക്കിയ ആൾമാരാണ്. അതുകൊണ്ട് അലൈക ബി അബീ ജഹൽ ഇബ്നു ഹിഷാം വ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിൻ ഇങ്ങളെല്ലാം നീ കൈകാര്യമാക്കണം എന്ന് രണ്ട് ദുആ ഇട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെന്ന പോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബദർ യുദ്ധത്തിൽ സംഭവിക്കലും കൂടെ ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദ്രവിക്കാറ് അങ്ങനെല്ലാം ചത്തുപോയാർ. ബദറിൽ അബൂജഹലിന്റെ അഡ്രസ് ഇല്ല, ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിന്റെ അഡ്രസ് ഇല്ല, ഉഖബത്തിന്റെ അഡ്രസ് ഇല്ല, ശൈബത്തിന്റെ അഡ്രസ് ഇല്ല. അങ്ങനെ എല്ലാവരും ചത്തിട്ട് ബദറിന്റെ പാളും കിണറ്റിൽ
എറിയപ്പെട്ട കെട്ട ആൾമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. അവൻ ചെന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയിട്ട് അങ്ങനെ മക്കത്തിലിരിക്കുമ്പോ 7ാമത്തെ വർഷത്തിൽ പിന്നെ ഒരു 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹിഷ്കാരാക്കടാറ്. മക്കക്കാർ എത്ര പ്രയാസങ്ങൾ സഹിച്ചെന്റെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞങ്ങൾ ഇപ്പൊ എത്രയോ സന്തോഷത്തിലുള്ള കുസിയെല്ലാം ഉള്ള, പക്ഷെ ഈ കുസിയെല്ലാം ഞങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ ത്യാഗം ചെയ്തെങ്കിൽ ഒരു നേതാവുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വർഷം ഷേബ് അബീ താലിബിലിട്ട് വന്നാക്കിയാറ്. മക്കക്കാർ പാസാക്കിയാറ്. ഭക്ഷണം കൊടുക്കോതീറ, തണ്ണി കൊടുക്കോതീറ, മുണ്ടുകുതീറ തൊട്ട് അവിടെ ഇട്ടാറ്. ഗ്രഹബന്ധനാക്കിയ പോലെ ആ ഒരു പർവ്വതത്തെ കീഴിലുള്ള ചെരുവിലിട്ട് വന്നാക്കിയാർ. 6 മക്കളൊട്ടിയും കൊണ്ടുപോതീറ, 6 ഭക്ഷണം കൊടുക്കോതീറ. അവിടെ 12 വർഷത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ കൂടിയിട്ട് ആ ഷേബിലിട്ടാണ്. ചെറിയ പെണ്ണുകിടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ ഉണ്ടു. ഖദീജ റളിയല്ലാഹു അൻഹ അയ്മത് ബഹിഷ്കാരൊന്നും ഇല്ല. അയ്മ ഈ കൂട്ടത്തിൽപ്പെട്ട പെണ്ണല്ല, കുടുംബം വേറെയാണ്. പക്ഷേ ആ സമയത്ത് അയ്മം പോയി കൂടിയിട്ട് മക്കത്തെ ഏറ്റവും വലിയ സമ്പന്നയായ പെണ്ണ് തന്റെ നേതാവിടെ നിങ്ങൾ ബഹിഷ്കാരാക്കിടാറുണ്ടായി. നക്കുമെന്നും വേണ്ട, അവിടെ പോയി കൂടിയിട്ട് എന്നിട്ട് ഭക്ഷണത്തെ വ്യവസ്ഥയാക്കിയത് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രയാണ് റളിയല്ലാഹു അൻഹാ ചെന്നേക്കത്തെ പെണ്ണാണ്. അങ്ങനെ അവിടെ ഷേബലിനെക്കത്തെ സ്വഹാബത്ത് ചെല്ലാറ് തിന്നവർക്ക് ഇല്ലാണ്ട് ഇല ഉണ്ട്, ഇലയുടെ തന്നെ തിണ്ട സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലു. എന്നാൽ ഇങ്ങനെ തിണ്ടത് ഒട്ടര കാഷ്ട എന്തോ കിട്ടിട്ട് എത്ര കഷ്ടമെന്ന് തീക്കുവാറ് നോക്കുവാണ്. പരിശുദ്ധമായ റമദാനിൽ തിണ്ടിട്ട് തീർത്തുകൊണ്ടിരിക്കുന്ന ആൾമാർ സൗമം ചെന്നതിരെ യഥാർത്ഥ അർത്ഥമേ ഞങ്ങൾ വന്നു പോയില്ല. നോക്കും ചെന്നെങ്കിലെ നരാമിസ്കരിക്കണമാ അതെല്ലാം ചെന്നെ കൊണ്ടല്ലേ നിങ്ങൾ കണ്ട് പറയുവാർ. ഇങ്ങനെയുള്ള ചെല്ലാണ് കേൾക്കുവാർ. സൗമം ചെന്നെങ്കിൽ അങ്ങനെ ഒറിജിനൽ സൗമേന്ദ്രൻ ചെന്നിട്ടും ഇത് വിശദീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് പോകാറിപ്പോ യഥാർത്ഥത്തിലുള്ള സൗമേന്ദ്രൻ നക്കുവാക്കുപോകില്ല, നിക്കുവാക്കുപോകില്ല. ആ സാഹചര്യത്തിൽ നിന്ന് എത്തിപ്പോയില്ല സൗം. അപ്പൊ ഈ സൗമം തിണ്ടിട്ട് തൊണ്ടേ കൈയിട്ടെങ്കിൽ ഞങ്ങൾക്ക് എടുക്കോ സാധ്യ. ഇഫ്താറിന്റെ ടൈമിൽ തിണ്ടിട്ട് എണിക്കുമ്പോ ഔത്തരങ്ങ ചെല്ലേ മുത്താലത്ത് കൂടെയേ പറഞ്ഞോണ്ട് തന്നാട്ടാവും പോയിരുന്നാണ്. ഇനി എവിടെ തിന്നിരെ പഠിച്ചോണ്ടേ വന്നു ആ പോയിട്ട് മുത്താലത്തും ഞാൻ തിന്നരെ പിന്നെ ഓരോരോ പേരെല്ലാം ഞാൻ ഇട്ട് വെച്ചില്ല. അതുക്കും തിണ്ടിട്ട് ഈ സൗമുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം തന്നെ മറന്നുപോയാ എപ്പോഴോ തിന്നു പോയിട്ട് സൗമം അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ട്. സൗമം ചെന്നൊക്കെ തരാൻ നിസ്കാരമല്ല, ഇത് വേരമേ അത് വേരമേ സൗമ് വേരമേ. ഇതൊക്കെ തരാൻ നിസ്കരിച്ചില്ലാൻ വേരിക്കാം. നോമ്പ് എന്തൊന്നും അറിയില്ല, നോമ്പ് വേരം ഇത് കട്ടായമായ വിഷയം. ഇവിടെ എല്ലാം ഞങ്ങൾ അച്ഛനാക്കുണായ ഇങ്ങനെല്ലാം പണ്ട് കഞ്ഞുപോയി ഒറ്റര കാഷ്ടം തിന്നിട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. ഞാൻ ചെന്നത് ആ ഷേബിയുടെ ഉൾഗ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചെറുടെ 12 വർഷത്തെ പെണ്ണ് 3 വർഷം അവിടെ ബന്ധനത്തിൽ ഉണ്ടാറ്. അതിൽ പിന്നെ രോഗം പിടിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹാ ആ ഉമ്മ വഫാത്താവുടെ രംഗത്തും ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹാ സാക്ഷിയാവും. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ മദീനത്തിൽ വന്ന് അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മങ്ങിലാവും. അങ്ങനെ മങ്ങിലാവുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചെല്ലുന്നുണ്ട്. അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലാവും ഇഷ്ടമില്ലാത്ത എനിക്ക് ആൾമാറിക്കുക. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളെ എത്ര വലിയ സംബന്ധം അവിടെ ഉണ്ടാവിടെ. ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ ചെല്ല് നമുക്ക് അനുമതിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത് എങ്ങനെയാ ഇല്ല അന്തറുൽ ഖദാ, ഞാൻ അല്ലാഹുവിന്റെ ഖദാ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പൈസ ആളാണ്. അയാൾ ടീച്ചറാ നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കാമോ ഇല്ല അന്തറുൽ ഖദാ, ഞാൻ ഖദാനെ അന്വേഷിച്ചുകൊണ്ടുള്ള സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനത്തിൽ വന്നപ്പോ മുഹാജിരീന മദീനത്തിൽ വന്നപ്പോ ഓരോരുത്തരെ ചങ്ങായിമാരാക്കി കൊടുക്കുന്നു. അഥവാ പക്കത്തെ വന്ന ആൾമാർക്ക് അവയില്ല പെഞ്ഞായില്ല എന്തുമില്ലല്ലേ. അപ്പൊ മദീനത്തെ ഒരാളെ വിളിച്ചിട്ട് ഇതാ ഇയാൾ നിങ്ങളെത്തും, അയാൾ നിങ്ങളെത്തും, ഇങ്ങനെ ഓരോരുത്തരെ കടത്തി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ കൈ പിടിച്ചിട്ട് ചോദിച്ചു ഹാദാ അഖീ, ഇത് എന്റെ സഹോദരനാണ്. അങ്ങനെ വലിയ പവറാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് എന്റെ സഹോദരനാണ്. ആ സഹോദരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ 18 വർഷം ഇന്നപ്പോ ഹിജ്റ 2ാമത്തെ വർഷത്തെ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് കൊടുക്കുടെ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ചെല്ല് മർഹബാ അഹ്ലാൻ സ്വാഗതം ചൊല്ലു മർഹബൻ അഹ്ലാൻ. അപ്പോൾ ബാക്കി സ്വഹാബത്ത് ചെന്നാൽ മർഹബൻ അഹ്ലാൻ രണ്ടും ചെന്നല്ലേ.
ഒന്ന് ചെന്നെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലാവുക സൗഭാഗ്യം കിട്ടിയ ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിവാഹത്തെ പറ്റി ആ വിവാഹം അങ്ങനെ നമുക്ക് നോക്കാം. ബനു അബ്ദുൽ മുത്തലിബ് ഈ വിവാഹത്തെ ഭയങ്കര ആഘോഷിച്ചാറുണ്ടാണ്. ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇളപ്പ ഹംസ റളിയല്ലാഹു അൻഹു ആ മഹാൻ 2 ഒട്ടകം വന്നിട്ട് അറുത്തിട്ട് ആൾമാർക്ക് നല്ല ഭക്ഷണം കൊടുത്തു. അത് ഏറ്റവും നല്ല വടിയുമായി ആൾമാർക്കെല്ലാം വലിയ കൊസിയായി. അങ്ങനെ മങ്ങിലെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം തിന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിരയുടെ മേൽ ഇങ്ങനെ വന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ടീച്ചർ ഈ കുതിരയുടെ മേൽ പത്തുവാട്ടി. എന്നിട്ട് സൽമാൻ റളിയല്ലാഹു ടീച്ചർ ഈ മല നേരെ കൊമ്പോടെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുടെ ഔത്തുകാണ് വിളിച്ചു പോണെ. കൂടെ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, കുടുംബക്കാരുള്ള ആള്, അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കളുള്ള ആള്, മുഹാജിരീങ്ങളായ അൻസാറുകളായ അങ്ങനെ ഭാര്യമാർ കുറെ അമ്മമാരുള്ള അങ്ങനെ എല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒട്ടി ഇങ്ങനെ കടത്ത് അങ്ങനെ പോകുമ്പോ അങ്ങനെ തക്ബീർ ചൊന്നുകൊണ്ടുള്ള ആള്, സന്തോഷിച്ചുകൊണ്ടുള്ള ആള്, അങ്ങനെ ചില ബൈത്തെല്ലാം പാടുക. സന്തോഷല്ലേ, മങ്ങിലാൻ ചൊന്ന വലിയ സന്തോഷത്തെ ടൈമാണ്. അതുകൊണ്ട് അള്ളാഹു ഹലാലാക്കിയ സന്തോഷങ്ങൾ അവിടെ ആവാം. ആ ബൈത്ത് പാടാറ് ദഫുമുട്ട ബൈത്ത് പാടാ അതിൽ കുസിയാണ്, സന്തോഷം, ആഭാസാവും തീരാണ്ട് മാത്രം. അങ്ങനെ ചില ബൈത്തെല്ലാം പാടിയിട്ട് അങ്ങനെ നേരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുടെ ഔത്തുകാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിളിച്ചു പോണെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, നിങ്ങളെ ഭാര്യയുടെ മുട്ട നിങ്ങൾ പോകുന്നില്ല, ഞാൻ പെണ്ണൗത്തോളം പോകാൻ ഞാൻ ചൊന്നു. അങ്ങനെ മോളിലെ ഔത്തിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരത്ത് ബാങ്ക് കൊടുത്തു. അങ്ങനെ മുസ്ലിമീങ്ങളെ കൊണ്ട് പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് എല്ലാവരും പോയാറ്. അലി റളിയല്ലാഹു അൻഹു ഔത്തുക പോയിട്ട് അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുടെ കണ്ട ഔത്തിൽ ഇന്ന പെണ്ണിങ്ങും പോയാർ. അവിടെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ചൊല്ലുന്ന പെണ്ണിങ് അയിമ പോയില്ല. എല്ലാ പെണ്ണിങ്ങും പോയാർ ഔത്തില്, പുതിയാപ്പിളയുടെ ഔത്തിൽ എല്ലാവരും പോയാർ. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ചൊല്ലുന്ന പെണ്ണിങ്ങും പോയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് എല്ലാവരും പോയാറല്ലേ, നിങ്ങൾ അവിടെ ബാക്കിയായ എന്തൊക്കെയാണ്? അപ്പൊ അയിമ ചെന്നത് അനല്ലത്തി സുബനത്തക്ക, നിങ്ങളെ മോളുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പെണ്ണ് നാണ്, അതുകൊണ്ട് നാം ഇവിടെ ബാക്കിയായ. ഇന്നൽ ഫതാത ലൈലത സിഫാഫിഹാ ലാ ബുദ്ദ ലഹാ മിൻ ഇംറഅത്തിൻ ഖരീബത്തിൻ മിൻഹാ ഇൻ അറദത് ലഹാ ഹാജത്തുൻ ഔ അറാദത് അംറൻ. അതായത് സാധാരണ ഞങ്ങളെ രാജ്യത്ത് ഉണ്ടാവത്തില്ല, ഇവിടെ പെണ്ണ് മകിലായി പോണ്ടേ പുതിയാപ്പിളയുടെ ഒത്തു പോകുമ്പോ ആ പെണ്ണുരുട്ടി ഒരാൾ കടത്തറാറല്ലേ, അതൊക്കെ പ്രൂഫ് വേണം നോക്കി. പിന്നെ വിഷയത്തിൽ കണ്ടിട്ട് ഇത് പിന്നെ അബ്ദുയമാന്റെ കിതാബ് ഇന്നഹ ഫാത്തിമത്തു സഹറാത്തുള്ള കിതാബിലുള്ള കുരുട്ടു പോണേ. അതായത് പുതിയ പെണ്ണിനൊട്ടി ഒരു പെണ്ണിങ്ങളെ കടത്തറാറല്ലേ, അത് പണ്ട് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ തുടങ്ങിയ വിഷയമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട്ടത് എല്ലാ പെണ്ണിങ്ങും പോയപ്പോ ഈമ പോയില്ലേണ്ട. ഈമ ചെന്നത് മങ്ങിലായി വന്നേക്കത്തെ ആദ്യ നാളില് പെണ്ണിന് ചങ്കിയനിലേക്ക് ആ പെണ്ണ് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഔത്തരട്ടികളുടെ ചെറുതാവില്ലേ, അതുകൊണ്ട് അവിടെ ഹിരിയ പെണ്ണിണ്ടായെങ്കിൽ ആ പെണ്ണിന് ആവശ്യമുള്ള നിർവഹണം അവിടെ അല്ലേ. 2 മുതൽ 2 വരെ ഉള്ളെങ്കിൽ വിഷയമാണ് പെണ്ണിനെ കടത്തോ. അങ്ങനെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ഇത് ചെന്നപ്പോ യാ റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഖുശീന ഖദീജ ബിബിയുടെ നെൽപ്പൈപ്പ് അല്ലാഹ് ഈ ഉമ്മടെ ഫാത്തിമയുടെ ഉമ്മമിക്ക് ഇങ്ങനെ ഖുശിയാവത്ത് സന്തോഷാവത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാവും അങ്ങനെ ബേജാറോട് ഉമ്മടെ നെൽപ്പോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ റളിയല്ലാഹു അൻഹാക്ക് വേണ്ടിയിട്ട് ഭയങ്കര ദുആകൾ തന്റെ റബ്ബുടട്ടിയെ നാം കേട്ടുകൊണ്ടുള്ള നിങ്ങളുടെ വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് ഒന്നൊരു ബാക്കല്ല ശൈത്താന്റെ തൊട്ട് അള്ളാഹു നിങ്ങളെ കാക്കട്ടിൽ ചൊല്ലു. അങ്ങനെ ഒരു തണ്ണി കൊമ്പറവ് ചൊല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തണ്ണി കൊമ്പന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹാടെ വിളിക്കിട് എന്നിട്ട് ഒരൽപ്പം തണ്ണി ഫാത്തിമ റളിയല്ലാഹു അൻഹാടെ തലക്ക് വീട്ടിൽ കാലിനടക്ക് വീട്ടിൽ എന്നിട്ട് അടച്ചു കൂട്ടു ഫാത്തിമ റളിയല്ലാഹു അൻഹാടെ അരക്കി പിടിക്കല്. ഒരു സ്വന്തം മോളിലെ പിന്നൊരാളെ ഒത്തു കടത്തിലേക്ക് രംഗല്ലേ. ആ സമയത്ത് അല്ലാഹുമ്മ ഇന്നഹാ മിന്നി, അല്ലാഹ് ഈ ഫാത്തിമ എന്റെ ആളാണ്, വ ഇന്നി മിൻഹാ ഞാൻ ഫാത്തിമയുടെ ആളാണ് ചെന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഭയങ്കര ദുആർക്കിട്. എന്നിട്ട് വേറെ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് അതിലെ തണ്ണി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹാ വീട്ടിട്ട് ചെല്ലു. ജമഅല്ലാഹു ശംലകുമാ വഅസ്ലഹ ബാലകുമാ ചെന്നിട്ട് ബറക്കത്ത് വേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കിട്. അല്ലാഹുമ്മ ബാരിക് ഫീഹിമാ വബാരിക് അലൈഹിമാ വബാരിക് ലഹുമാ ഫീ നസ്ലിഹിമാ
നിങ്ങളെ മക്കളിൽ നീ വലിയ ബർക്കത്താക്കണോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ദുആക്കൾ അല്ലാഹുമ്മ ഇന്നഹുമാ അഹബ്ബുൻ നാസി ഇലയ്യ ഫഅഹിബ്ബഹുമാ അല്ലാഹ് ഈ റൂമിലുള്ള എന്റെ രണ്ട് ആൾമാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾമാരാണ് അതുകൊണ്ട് അങ്ങളെ നീ സ്നേഹിക്കണോണ്ട് വബാരിക് ഫീ ദുർരിയതിഹിമാ അങ്ങളെ മക്കളിൽ നീ വലിയ ബർക്കത്താക്കണോണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്കൾ വഇന്നി ഉഈദുഹുമാ ബിക വദുർരിയതഹുമാ മിനശ് ശൈത്വാനിർ റജീം എന്നിട്ട് ഒരേ ദുആ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മഞ്ഞിൽ കണ്ട് നടത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ എനിക്ക് ഒന്നുള്ളൂ അലി റളിയല്ലാഹു അൻഹു മാറി കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടാ എന്തും ഇല്ല അലി റളിയല്ലാഹു വലിയ പാവാണ് ഒരു പാവത്താളിനാണ് സ്വന്തം മോളെ മഞ്ഞിലാക്കി കൊടുക്കുക ഒരു വലിയ പൈസത്താളും മഞ്ഞിലാക്കി കൊടുക്കുന്നു അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ് പിന്നെ ഒരു പാവത്താളാണ് അലി അഖി എന്റെ സഹോദരൻ ചൊന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മഞ്ഞിലാക്കി കൊടുക്കുന്നു എന്തെങ്കിലും ഉണ്ടാ നടുട്ടി ഒരു കടകമുണ്ട് ആ കടക വിൽക്കുക അവൻ എനിക്ക് വേണമല്ലേ ഏറ്റവും വലിയ ധൈര്യവന്തനായ ആളല്ലേ നിങ്ങളുടെ കയ്യിൽ കടക വേണം പിന്നെ ഒരു പടയങ്കി ഉണ്ട് അതിനെ വിൽക്കുള്ളൂ അങ്ങനെ പടയങ്കി വിത്തപ്പോ 480 ദിർഹം എന്താ കിട്ടു അതാണ് പിന്നെ കൊടുക്കുന്നത് 470 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പൈസ കൊടുത്തു ചെല്ലു മഞ്ഞിലല്ലേ സുഗന്ധം എടുത്തവർ സെറ്റ് ഒപ്പറവ് പൈസ കൊടുക്കുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ബാക്കി പൈസ കൊടുത്തു പുതിയ പെണ്ണിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ കൊമ്പറണം ചെന്നിട്ട് ബഹുമാനപ്പെട്ട ബിലാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ് കൊടുക്കുന്നത് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കട്ടെ അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വകയിൽ കേൾക്കട്ടെ ഹിയ ബിൻതുമൻ ഇത് ആരെ മോളാണ് ഹിയ സൗജുമൻ ഇത് ആരെ ബെന്യായിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ഫാത്തിമ ബീവിയുടെ വകയിൽ ഹിയ ഉമ്മൻ ഇത് ആരെ ഉമ്മയാണ് ഇത്ര കേട്ടെമ്മ അയ്മയുടെ മഹത്വം മന്ദാ യുവാഹി ഫിൽ ഫസാരി അബാഹാ പവറിൽ ഈ ഉമ്മയുടെ ബാപ്പടൊട്ടിക്ക് തുല്യമാവുടെങ്കിൽ ഒരാളെ ലോകത്ത് കാട്ടുക സാധ്യമാണ് ഹിയ ബിൻതുമൻ ഇത് ആരെ മോളാണ് ഇത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ് ആ നേതാവുടെ ഖൽബിൽ തെറ്റെങ്കിൽ ഒരു പെണ്ണുണ്ട് സയ്യിദത്തുൻ ഫി ഖൽബിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മോളാണ് ഹിയ ബിൻതുമൻ തൊള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതാരെ മോളു ഹിയ സൗജുമൻ ഇതാരെ പെഞ്ഞായിന്റെ ഏതെങ്കിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ജല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സ്നേഹിച്ചെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ധീരനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുയുടെ ഭാര്യയാണ് ഹിയ ഉമ്മൻ ഇതാരെ ഉമ്മയാണ് കേട്ടെങ്കിൽ യാ റബ്ബി സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നതി ബിൽ ജന്ന സ്വർഗ്ഗത്തിലുള്ള ബാലക്കാര നേതാവാണ് ഈ രണ്ടാൾമാർ അങ്ങനെ കൊണ്ടാണ് ലോകത്ത് അന്ത്യനാൾ വരെ സയ്യിദന്മാർ ഉണ്ടാവുക അങ്ങനെ ലോക ചരിത്രത്തിൽ അതുല്യരായ രണ്ട് പ്രിയപ്പെട്ട മക്കളെ ഉമ്മയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ടൈമിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഔതു കടന്നു വന്നപ്പോൾ മോളെ വിളിച്ചിട്ട് രഹസ്യം ചൊല്ലു ഒരു രഹസ്യം ചെന്നപ്പോൾ വെൾപുടു പിന്നെ ഒരു രഹസ്യം ചെന്നപ്പോൾ ചിരിക്കിട് അങ്ങനെ ഇതൊരു വല്ലാത്തൊരു വിചിത്രമാണ് ഒരേ സമയത്ത് വെൾപുടു ഒരേ സമയത്ത് ചിരിക്കിട് ഇത് കണ്ടു നിൽക്കിട് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ആയിഷ ബീവി ചെന്നെങ്കിൽ പഠിക്കൂ നിർബന്ധമായിട്ട് പെണ്ണാണ് എന്തും പഠിക്കൂ ഫാത്തിമ ബീവിയുടെ അപ്പമേ എന്നെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഉൾപ്പെട്ടാറൊക്കെ തിരിച്ചറിയണ്ടേ അപ്പ ചെന്നില്ല ഈ രഹസ്യം ഇപ്പൊ ഞാൻ ഒഴിവാക്കില്ല ചൊത്തു അങ്ങനെ പിന്നെ ചൊന്നു കൊടുക്കുള്ളൂ ഞാൻ ഉൾപ്പെടുള്ള കാരണം എന്റെ ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് പോയപ്പോ ചെന്നത് ഈ രോഗത്തിൽ ഞാൻ വഫാത്താവിടെ ചെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് ഉൾപ്പുറത്ത് വന്നു അതേ സമയത്ത് നൻപൊട്ടി ചെന്ന് ഞാൻ വഫാത്തായാൽ പിന്നെ നൻപൊട്ടിയെ ഫസ്റ്റ് പെണ്ണെ കേട്ട ആള് നീട്ട് ചെന്ന് അപ്പൊ നമുക്ക് ചിരിക്കവത്ത് അപ്പൊ നമുക്ക് വസിയത്തുണ്ടാണ് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താവുടെ വിഷയം കേട്ടപ്പോൾ ചിരിച്ച പെണ്ണാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ഞാൻ ചെന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെ ഉൾക്കൊണ്ടു ചിരിക്കിട് ലോകത്ത് ഉമ്മമാർ എല്ലാവരും മാതൃകയാക്കണായത് ഫാത്തിമ വീട് പെണ്ണാണ് ദ്വാരക്കുമ്പോഴല്ല ഞങ്ങൾ ഫാത്തിമ വീരൊട്ടിയെ സ്വർഗത്ത് പോകണം അങ്ങനെ പോണു ഞങ്ങളെ ഉമ്മമാരെല്ലാം മനസ്സിലാക്കണമെങ്കിൽ പെണ്ണാണ് ഫാത്തിമ ബീവി ചെന്ന കാരണം ഒരിക്കലും അന്യപുരുഷന്മാരെ മുന്നിൽ മുഖം തുറന്ന് നടക്കാതിരിക്കേണ്ട പെണ്ണാണ് ഏതുവരെ മരിക്കിടക്കേറ്റ ടൈമിൽ വസീയത്താക്കിട് മദീനത്തുള്ളിക്കത്തെ മയ്യത്ത് കെട്ടിൽ പണ്ട് ഇങ്ങനെ പലകയുടെ മേൽ വെച്ചിട്ട് മയ്യത്തെ കൊമ്പോണ്ടാറില്ല ഇങ്ങനെയാണ് കൊമ്പോയോണ്ടിന്നെ നന്റെ മയ്യത്ത് അങ്ങനെ കൊമ്പോകുതിറ സ്പെഷ്യൽ മയ്യത്ത് കെട്ടിലാക്കണോ ഈ രൂപത്തിലുള്ള മയ്യത്ത് കെട്ടിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടാക്കിട്ട് അന്വേഷിക്കിട് ഇതേ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഹബശത്തിൽ രണ്ടങ്കത്തെ മയ്യത്ത് കെട്ടിലുണ്ട്
ബന്ധാക്കിയിട്ട് അതിലൊഴുക വെച്ചിട്ടാണ് ആരക്കൊണ്ടേ എന്തേ നന്റെ തടിയെ ആകൃതി മരിച്ചൽ പിന്നെയും ഒരു അന്യപുരുഷൻ കാണവും തീരാണ്ട് നിർബന്ധം പിടിച്ച പെണ്ണാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയുടെ സ്വർഗത്തിൽ പോകണം വെറുതെ മയാവന ആ ഫാത്തിമ ബീവിയുടെ ഗുണങ്ങൾ കൊണ്ടാണ്ട് നോക്കും. ഏത് അന്യപുരുഷനും കണക്കിയത്, ഏത് അന്യ പെണ്ണും കണക്കിയത്, ആറും കണക്കി ഒട്ടാസി ഒരു ലെവലുമില്ലാത്ത ജീവിതം നയിക്കിടക്കെത്തക്ക് ഫാത്തിമ ബീവിയുടെ സ്വർഗത്ത് പോകാവാം. മൽജിത്ത് കിടന്നെത്ത ഫാത്തിമ ബീവി വരെ നന്റെ തടിയുടെ ആകൃതി ഒരാണ് കാണണ്ടാന്ന് തോന്നിട്ട് വേദനയുണ്ടായ കൈയുടെ സൂക്ഷ്മത്തെ എത്രയായിരിക്കും. മാത്രമല്ല അയ്യോ വീണ്ടും വസിയത്താക്കള് നന്റെ മയ്യത്ത് ജാവുകയാണ് നിങ്ങൾ ദഫനാക്കുണാൻ. കാരണം പകൽ സമയത്ത് ഈ മയ്യത്ത് കട്ടിയിൽ വെച്ച് പോകുമ്പോഴും കഫൻ തുണിയുടെ ആകൃതി ആക്കാറ ചില കാണുക ചാൻസ് ഉണ്ട്. രാത്രി സമയത്ത് ഇരുട്ടാണ്, വെച്ചയില്ലാത്ത മദീന. അതുകൊണ്ട് ആ സമയത്ത് നന്റെ ദഫനാക്കുകൊണ്ട് വസിയത്താക്കിയ ആളാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ സ്വർഗത്തിൽ ഊടുന്നുണ്ടായെങ്കിൽ ഈ ഗുണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്തെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളിൽ അല്ലാഹു പെടുത്തി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദിക്ർ അല്ലാഹു അക്ബർ ചൊല്ലിന്റെ ദിക്ർ ഞാൻ ചെന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ചൊല്ലിന്റെ ദിക്ർ അല്ലാഹു ഏറ്റവും വലിയ മഹാനാണ് ചൊല്ല്. ആ ദിക്ർ ഇങ്ങനെ ചെല്ലാക്കുന്നത് ഞങ്ങളുടെ ഈ ക്ലാസ്സിലെ ഹോംവർക്കാണ്. നിൽക്കും നക്കും അല്ലാഹു ചൊല്ലു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സമയത്തും അല്ലാഹു മഹാനാണ്, അല്ലാഹു വലിയവനാണ് ഇങ്ങനെ ചെല്ലുമ്പോ എന്റെ അഹങ്കാരമല്ല ഇങ്ങനെ എഞ്ഞു പോണ്ടു. നിസ്കാരത്തിൽ വരെ തുടക്കത്തിൽ അല്ലാഹു അക്ബർ ഉണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ ചെല്ലണം. കാരണം ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. പിന്നെ ഓരോ സമയത്തും റുകൂഉം സുജൂദിലും എണീക്കുമ്പോഴും പോകുമ്പോഴും എല്ലാ സമയത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതെന്തിക്ക് ആവർത്തിച്ചെങ്കിൽ ഈ ഒരു ചിന്ത നിസ്കരിക്കുന്നതുകൊണ്ട് മോമിന്റെ മനസ്സിൽ നിത്യമാക്കുവാനായിട്ടാണ്. നാണ് വലിയവനല്ല, നണ്ടാട്ട് വലിയവൻ വേറെ ഉള്ളാട്ട് ചിന്തിക്കുമ്പോഴാണ് എന്റെ അഹങ്കാരെല്ലാം തന്നിൽ ഇഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം മോമിനീങ്ങളുണ്ട്, മോമിനാത്തുകളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ഖൈർ നൽകണം റഹ്മാനെ, ബർക്കത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഗർഭിണികളായ സ്ത്രീകളുണ്ട്, അവർക്ക് നീ സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. എന്റെ മൂത്തോണ്ട് മോൾ ഇന്നലെ ജാവ് പ്രസവിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്കും കിടാവിനും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അതുപോലെ ഗർഭിണികളെല്ലാം ഉണ്ട്, അവർക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. പ്രസവത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഇസ്സത്തുള്ള സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. മരിക്കുന്നതുവരെ ഞങ്ങൾക്ക് നീ വലിയ സലാമത്ത് നൽകണം റഹ്മാൻ. നിന്റെ ഹിഫ്ളും കാവലും സഹായവും നമുക്ക് നൽകണം റഹ്മാൻ. നമ്മുടെ ഈ സദസ്സിൽ വന്ന മുഴുവൻ മോമിനീങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. നാഫിയായ ഇൽമു അവർക്കും നമുക്കും നൽകണം റഹ്മാനെ. നമ്മുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ വലിയ സന്തോഷം നൽകണം റഹ്മാൻ. മക്കളെ കൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പദ്ധതികളും നീ വിജയിപ്പിക്കണം റഹ്മാൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണം റഹ്മാൻ. അവസാനം സന്തോഷിച്ച് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്കെല്ലാം നീ നൽകണം റഹ്മാൻ. ഞങ്ങളെ സഹായിച്ച സഹകരിച്ച നമ്മുടെ പള്ളി മദ്രസ ദർസ് മുതഅല്ലിമീങ്ങൾ, ദീനിനെ സഹായിച്ച സഹകരിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. റമദാനിൽ വരുന്ന അതിഥികളെ സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, അവർക്ക് അത്താഴവും മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുത്ത മുഴുവൻ മോമിനീങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. അവർക്ക് നീ സ്വർഗം നൽകണം റഹ്മാൻ, സ്വർഗീയ ഭക്ഷണം നൽകണം റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل على